മൂന്നാം വട്ടവും പിണറായി എന്ന ചിത്രവുമായി ഇറങ്ങിയ LDF തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത്. ഏതായാലും UDFന്റെ വമ്പൻ തിരിച്ചുവരവ് UDF പോലും ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല. മാത്രവുമല്ല NDA പലയിടങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കി. ഏതായാലും മൂന്നാം പിണറായി സർക്കാർ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത്. പതിവായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ മുൻതൂക്കം ഉണ്ടാകുക ആ പാർട്ടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടത്തോടെ അധികാരത്തിൽ വരുന്നതാണ് പതിവ്. 1995 മുതൽ 2020 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതാണ് മനസ്സിലാകുന്നത്. ഒരു തവണ മാത്രമാണ്, അതായത് 6 തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 6-ൽ 5 തവണയും LDFനായിരുന്നു വ്യക്തമായ മേൽക്കൈ. ഒരു തവണ മാത്രമാണ് UDFന് മേൽക്കൈ ഉണ്ടായത്. ആ വർഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ UDF തന്നെ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ നോക്കുമ്പോൾ 2020-ൽ LDFന് മുന്നേറ്റം, 2021-ൽ LDF സർക്കാർ, അങ്ങനെയെങ്കിൽ 2025-ൽ UDF മുന്നേറ്റം, NDAക്ക് മുന്നേറ്റം, LDF തകർന്നടിയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീണിരിക്കുന്നു. LDF തകർന്നടിയും. അവിടെ UDFും BJP നയിക്കുന്ന NDAയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഏതായാലും മൂന്നാം LDF സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുകയും NDA പ്രബലമായ കക്ഷിയായി ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങി സമസ്ത രംഗത്തും UDFന് ഒരു വ്യക്തമായ മുൻതൂക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് പഞ്ചായത്തുകളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലത്തിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ UDFന് വ്യക്തമായ ഒരു മേൽക്കൈയുണ്ട്. അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് LDF നേരിട്ടത്. ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു ഇത്തവണ LDFന്റെ പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പതിവ് പോലെ കേന്ദ്ര ബിന്ദു. പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതുമൊക്കെ വലിയ പ്രചാരണായുധമായി LDF ഉപയോഗിച്ചു. മാത്രവുമല്ല UDFലെ രാഹുൽ മാങ്കൂട്ടം വിവാദമടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു LDFന്റെ പ്രചാരണം. പക്ഷേ ശബരിമല, ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായി എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകാൻ കഴിയും, നേട്ടമുണ്ടാക്കുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിത തകർച്ച ഉണ്ടായി എന്നുള്ളത് കൂടി ശ്രദ്ധേയമാകുന്നത്. ശബരിമല, ഭരണപരാജയം എന്നിവ മുൻനിർത്തി തന്നെയായിരുന്നു UDFന്റെ പ്രചാരണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന, വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങി UDF. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഫലം കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഫലം സൂചിപ്പിക്കുന്നത്. UDFന് അത് ഗുണമായി എന്ന് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതിലും വലിയ നേട്ടമാണ് ഇപ്പോൾ NDA കൊയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയും നിരവധി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും BJP നയിക്കുന്ന NDAക്ക് സാധിച്ചു. കൊല്ലം കോർപ്പറേഷൻ, ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിലെ BJPയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഫലം തെളിയിക്കുന്നു. അതായത് ഇടത് കോട്ടകളിൽ കൊല്ലവും ആലപ്പുഴയും ഒക്കെ ഇടത് കോട്ടയാണ്. അവിടെയൊക്കെ BJP സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്നു. അതായത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ആദ്യമായി BJPയുടെ മേയർ. പതിറ്റാണ്ടുകളോളം LDF അടക്കി വാണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇനി BJPയുടെ കൈകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കേരളത്തിലെത്തുമ്പോൾ, തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ BJP മേയറായിരിക്കും ഉണ്ടാവുക എന്നത് NDA സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. LDFനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി LDF CPM അവതരിപ്പിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്ന UDFും BJPയും ആവർത്തിച്ച് പ്രചാരണത്തിലുടനീളം പറഞ്ഞത് ഗുണമായി മാറിയിരിക്കുകയാണ് NDAക്കും UDFനും. പക്ഷെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് LDFന്.